ഹലോ. അർജന്റീനയുടെ കളി കഴിയാൻ കാത്തിരിക്കുകയായിരുന്നു. അർജന്റീനയുടെ പിന്താങ്ങിയിട്ടുള്ള എല്ലാവരെയും വളരെ നിരാശരാക്കുന്ന ഒരു കളിയാണ് നടന്നിട്ടുള്ളത്. ഏതായാലും തുടക്കമല്ലേ, ഇനിയും അവസരങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്. നമുക്ക് ഏതായാലും നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. NRI ചിട്ടിയെക്കുറിച്ചുള്ളതാണ്. നമ്മളെല്ലാവരും വരുമാനത്തിൽ നിന്നൊരു ഭാഗം ഏതെങ്കിലും രൂപത്തിൽ സമ്പാദിച്ചേ പറ്റൂ. സമ്പാദ്യം കാശായിട്ട് സൂക്ഷിക്കാം. പക്ഷെ അതിന്റെ ദോഷം വെച്ച് കഴിഞ്ഞാൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ആ കാശിന്റെ മൂല്യം പോവും. നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു വരുമാനവും കിട്ടുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ വസ്തു മേടിച്ചു വെക്കാം, ഏറ്റവും സുരക്ഷിതമായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് അതിൽ നിന്ന് ഇന്ന് വിൽക്കുമ്പോഴല്ലാതെ മാസം എന്തെങ്കിലും വരുമാനം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. ഇങ്ങനെ പല രീതികളുണ്ട്. അത്തരത്തിലുള്ള ഒരു സമ്പ്രദായമാണ് നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള ഒരു സമ്പാദ്യ ഇൻസ്ട്രുമെന്റാണ് ചിട്ടി എന്ന് പറയുന്നത്. ചിട്ടിയെക്കുറിച്ച് അറിയാത്ത ഒരു മലയാളി ഉണ്ടാവില്ല. ഞങ്ങൾ ഒരു താരതമ്യ പഠനം നടത്തി നോക്കി. ഇപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ത്, ചിട്ടി ചേർന്നാൽ അതിൽ നിന്ന് കിട്ടുന്ന ആദായം എന്ത്. ഞങ്ങളുടെ പരിശോധന കാണിച്ചത് ചിട്ടിയിൽ നിക്ഷേപിക്കുന്നതാണ് കൂടുതൽ ആദായകരം എന്നുള്ളതാണ്. ഏതായാലും ഒരു കാരണവശാലും ചിട്ടിയിൽ സമ്പാദിക്കുന്നത് മറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാളെല്ലാം അനാദായകരമായിട്ടുള്ളൊരു ഏർപ്പാടേ അല്ല. അപ്പോൾ ഈ മലയാളിയാണെങ്കിൽ അവർക്ക് ഒരു നറുക്കെങ്കിലും എടുക്കണം എന്നൊരു താല്പര്യം ഉണ്ടാവും. ഇന്ന് വിദേശ മലയാളികൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമില്ല, അനുവാദമില്ല. കാരണം റിസർവ് ബാങ്ക് അടുത്ത കാലം വരെ വിദേശത്ത് നിന്ന് ചിട്ടിയിൽ ചേരുന്നതിനും നിക്ഷേപിക്കുന്നതിനും നിരോധിച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ കേരള സർക്കാർ ഒരു 10 വർഷമായിട്ട് ഇതിന് പ്രത്യേക അനുവാദത്തിന് ശ്രമിച്ചു വരികയായിരുന്നു. ഇതിപ്പോ നമ്മുടെ KSFEക്ക് റിസർവ് ബാങ്കിന്റെ ഈ അനുമതി ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവാസികൾക്ക് വേണ്ടി ഒരു ചിട്ടി KSFE ആരംഭിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു ചിട്ടി പ്രവാസികൾക്ക് വേണ്ടി ആരംഭിക്കുന്നത്? നിശ്ചയമായിട്ടും ഒരു ചിട്ടി നടത്തുമ്പോൾ തലയാളെന്നുള്ള രീതിയിൽ KSFEക്ക് അതുകൊണ്ട് നേട്ടമുണ്ട്. പക്ഷെ ആ നേട്ടം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല. ഇന്നിപ്പോ KSFE ഏതാണ്ട് 20,000 കോടി രൂപയുടെ ചിട്ടിയുടെ ടേൺ ഓവറാണുള്ളത്. 20,000 കോടി രൂപ KSFE ടേൺ ഓവർ നടത്തുമ്പോൾ ഏതാണ്ട് 5,000-ഓളം കോടി രൂപ ട്രഷറിയിൽ KSFEയുടെ പണം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ചിട്ടി നടത്തുമ്പോൾ ഒരു തവണ തലയാളിന്റെ വിഹിതമായിട്ട് കിട്ടും. 2, ഒരു മാസമെങ്കിലും എടുക്കും പിടിക്കുന്ന നറുക്ക് അതിന്റെ രേഖകളൊക്കെ പരിശോധിച്ച് പണമായിട്ട് നൽകുന്നതിന് വേണ്ടി. 3, നറുക്ക് വീഴുന്നോ ലേലം പിടിക്കുന്നോ നറുക്ക് വീഴുന്ന ആളുകൾ അവർ പലപ്പോഴും പണമായിട്ട് അത് എടുക്കത്തില്ല, അവരോട് ഡെപ്പോസിറ്റായിട്ട് സൂക്ഷിക്കാം. ഇങ്ങനെ 20,000 കോടി രൂപ ടേൺ ഓവർ ഉള്ളപ്പോൾ ഏതാണ്ട് 4,500 കോടി രൂപ ഫ്രീ ഫ്ലോട്ടായിട്ട് KSFEക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോൾ ശ്രമിക്കുന്നത് നമ്മുടെ വിദേശത്തുള്ള മലയാളികളിൽ നല്ലൊരു ഭൂരിപക്ഷം പേരും KSFEയുടെ ചിട്ടിയിൽ ചേരുകയാണെങ്കിൽ നമുക്ക് ഏതാനും വർഷം കൊണ്ട് 20,000 കോടിയല്ല, അതിന്റെ പല മടങ്ങ് ടേൺ ഓവറുള്ള ഒന്നായിട്ട് ഇതിനെ മാറ്റാനാവും. ഇതിന്റെ ഫലമായിട്ട് നല്ലൊരു തുക ഒരുപക്ഷെ ഒരു 4-5 വർഷം കൊണ്ട് ഒരു 10,000 കോടി രൂപയെങ്കിലും ഫ്രീ ഫ്ലോട്ടായിട്ട് ചുരുങ്ങിയ പലിശക്ക് ലഭിക്കുന്ന പണം മിച്ചമായിട്ട് KSFEക്ക് ഉണ്ടാവും. നമ്മൾ കേരളത്തിൽ വലിയൊരു വികസന പരീക്ഷണത്തിലാണ്. നമ്മുടെ ബഡ്ജറ്റിൽ നിന്നുള്ള വരുമാനത്തിന്റെ നല്ലൊരു പങ്ക് നമ്മൾ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും മറ്റും വേണ്ടി ചെലവഴിക്കുകയാണ്. നമ്മുടെ സാമൂഹ്യ വികസന മേഖലകളിൽ വിദ്യാഭ്യാസം, ആരോഗ്യം, ഇവിടെയൊക്കെ വലിയ ചെലവുണ്ട്. ഇതിന്റെ ഗുണവും നാടിനുണ്ടായിട്ടുണ്ട്.
നമ്മുടെ വിദ്യാഭ്യാസം, ആരോഗ്യനിലയം, ജനങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജീവിതം കേരളത്തിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ തെരഞ്ഞെടുത്ത പാതയെക്കുറിച്ച് ആർക്കും സങ്കടം വേണ്ട. പക്ഷേ ഈ നേട്ടങ്ങളുടെ ഗുണഭോക്താക്കളായിട്ടുള്ള പുതിയ തലമുറയുടെ ജീവിത പ്രതീക്ഷകൾ വളരെ വലുതാണ്. അവർക്ക് നല്ല ഗുണമേന്മയുള്ള തൊഴിലുകൾ കേരളത്തിൽ വേണം. അങ്ങനെയുള്ള വ്യവസായങ്ങൾ വരണമെങ്കിൽ കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ, പശ്ചാത്തല സൗകര്യങ്ങളിൽ വലിയൊരു എടുത്തിയാട്ടം വേണം. നമ്മുടെ ബഡ്ജറ്റിൽ നിന്ന് മിച്ചം വെച്ച് ആ പശ്ചാത്തല സൗകര്യ നിക്ഷേപം പടിപടിയായിട്ട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവസരം നഷ്ടപ്പെട്ടു പോകും. നമുക്കിന്ന് നമ്മുടെ പശ്ചാത്തല സൗകര്യ മേഖലയിൽ വലിയൊരു കുതിപ്പ് നമുക്ക് സൃഷ്ടിക്കാൻ കഴിയണം. ഗൾഫിലെല്ലാം ഉരുണ്ടുകൂടുന്ന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ എത്രയും വേഗം നമുക്ക് ഇങ്ങനെയുള്ള വൻകിട നിക്ഷേപങ്ങൾ ഉണ്ടാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വ്യവസായ മേഖലയിലേക്കും മറ്റും സ്വകാര്യ മൂലധനത്തെ സ്വാധീനിച്ച് നമ്മുടെ പുതിയ വികസന പാതയിലേക്ക് പോകണം. ഇതെങ്ങനെ സാധിക്കും എന്നുള്ള ആലോചന കിഫ്ബി എന്നൊരു ധനകാര്യ സ്ഥാപനത്തിന് രൂപം നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വൻകിട പശ്ചാത്തല സൗകര്യ പ്രൊജക്ടുകൾ, ഇപ്പോൾ കണ്ണൂർ എയർപോർട്ട് അല്ലെങ്കിൽ കൊച്ചി മെട്രോ, ഇതുപോലുള്ള എല്ലാ പ്രൊജക്ടുകളും നടത്തുന്നത് ആ പ്രോജക്റ്റ് നടത്തുന്ന കമ്പനി വിദേശത്തു നിന്നൊക്കെ വായ്പ എടുത്തുകൊണ്ടാണ് ഈ പ്രോജക്റ്റുകൾ നടത്തുന്നത്. പക്ഷെ അങ്ങനെ വായ്പ ഓരോ കമ്പനി എടുക്കാൻ പോകുന്നത് ഒന്ന് വലിയ പല ബുദ്ധിമുട്ടുകളും സൃഷ്ടിക്കുന്നുണ്ട്. പിന്നെ വരുമാനം വേണ്ടത്ര ഇല്ലാത്ത കേരളത്തിലെ റോഡ് പോലുള്ള പ്രൊജക്ടുകൾക്ക് പണം കിട്ടാൻ പ്രയാസമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാത്ത കേരളത്തിലാണെങ്കിൽ നമുക്ക് ടോൾ പോലും പറ്റത്തില്ല. കാരണം റോഡിലേക്കുള്ള ആക്സസ് നിരന്തരമായിട്ട് അടച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ടോള് ഇല്ലാതാക്കാൻ ടോൾ പിരിക്കാൻ കഴിയും. കേരളത്തിൽ സാധ്യമല്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ തീരുമാനിച്ചു കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് എന്നൊരു സ്ഥാപനത്തിന് രൂപം നൽകാൻ. അവര് നാട്ടിൽ നിന്നും വിദേശത്തു നിന്നും ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ വലിയ തോതിൽ വായ്പ എടുക്കുകയും അത് നമ്മുടെ നാട്ടിൽ റോഡ്, പാലം, കെട്ടിടം തുടങ്ങിയവയൊക്കെ മുതൽ മുടക്കാൻ വേണ്ടിയിട്ട് വിവിധ ഏജൻസികൾക്ക് വായ്പ നൽകുന്നതിനും വേണ്ടി തീരുമാനിച്ചു. ഇതൊരു പുതിയ സമ്പ്രദായമാണ്. അപ്പം വായ്പ എടുക്കുന്ന പണം എങ്ങനെ തിരിച്ചു കൊടുക്കും എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് ആരും പ്രയാസപ്പെടേണ്ട. കിഫ്ബി എന്ന സ്ഥാപനത്തിന് രൂപം നൽകിയപ്പോൾ കേരള നിയമസഭ തന്നെ നമ്മുടെ മോട്ടോർ വാഹന നിധിയുടെ പകുതി എല്ലാ വർഷവും ഗ്രാന്റ് ആയിട്ട് ഈ സ്ഥാപനത്തിന് കൊടുക്കണമെന്ന് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത് പെട്രോൾ സെസ് ഇതും കൂടി ചേർത്താൽ ഒരു 14 വർഷം കഴിയുമ്പോൾ 1 ലക്ഷം കോടി രൂപ ഈ കമ്പനിക്ക് കിട്ടും. നമ്മളിന്ന് കടമെടുത്ത് 50,000 കോടി രൂപയുടെ മുതൽ മുടക്ക് റോഡുകൾ, പാലങ്ങൾ, കെട്ടിടങ്ങളിലൊക്കെ നമ്മുടെ പശ്ചാത്തല സൗകര്യ മേഖല നടത്തിയാൽ അത് 14 വർഷം കൊണ്ട് തിരിച്ചു കൊടുത്താൽ മതി. 9% പലിശ വേണ്ടിവരും എന്ന് മനക്കണക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് 1 ലക്ഷം കോടി രൂപ മതിയാവും. അപ്പം നമ്മുടെ നികുതിയിൽ നിന്ന് നമ്മൾ മാറ്റിവെക്കാൻ പോകുന്ന പണത്തിൽ നിന്ന് തന്നെ നമുക്ക് ഈ എടുക്കുന്ന കടം നമുക്ക് വീട്ടാൻ പറ്റും. പക്ഷെ 2 ഗുണമുണ്ടാവും. ഒന്ന്, ഇന്ന് നമുക്ക് ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന്റെ ഫലമായിട്ട് നാളെ മുതൽ നമ്മുടെ സാമ്പത്തിക വളർച്ച മെച്ചപ്പെടും. 2, നമ്മൾ 10-15 വർഷം കൊണ്ടാണ് ഈ നിക്ഷേപം നടത്താൻ തീരുമാനിക്കുമ്പോൾ 15-ാം വർഷം ആകുമ്പോഴേക്കും ഇന്ന് വരുന്നതിനേക്കാൾ എത്രയോ വലിയ ചെലവ് നടത്തിയാലാണ് നമുക്ക് ഈ നിക്ഷേപങ്ങൾ വിജയിപ്പിക്കാൻ പറ്റുക. അതുകൊണ്ട് നമ്മൾ വലിയൊരു പുതിയ പരീക്ഷണത്തിലാണ്. വിപുലമായ രീതിയിൽ പണം സമാഹരിച്ച് നമ്മുടെ പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കാം. അപ്പോൾ നമ്മൾ നോക്കുന്നത് എവിടെ നിന്നാണ്? ബാങ്കിൽ നിന്ന് പണം വായ്പ എടുക്കാം. പക്ഷേ ബാങ്കിൽ നിന്ന് പണം വായ്പ എടുക്കുമ്പോൾ അതിന് 9-10% പലിശ ഇന്നത്തെ നിലക്ക് വേണ്ടിവരും. അപ്പൊ താരതമ്യേന ചെലവ് കുറഞ്ഞ ഫണ്ടുകൾ കണ്ടെത്താൻ പറ്റണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുഴി നടത്തുമ്പോൾ വലിയ തോതിൽ ഫ്ലോട്ടിംഗ് ഫണ്ട് ഉണ്ടാവും. അത് നമുക്ക് വേണമെങ്കിൽ കിഫ്ബി ബോണ്ടുകളിൽ നിക്ഷേപിക്കാം. അങ്ങനെ നമ്മുടെ വികസനത്തിന് കിഫ്ബി ബോണ്ടുകളിൽ പണം കണ്ടെത്തുന്നതിനൊരു മാർഗമായിട്ട് നമുക്ക് ഈ പ്രവാസി ചിട്ടിയെ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഈ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ടാണ് നമ്മൾ പ്രവാസി ചിട്ടിക്ക് രൂപം നൽകുന്നത്. അപ്പോൾ വിദേശ മലയാളികൾ അവരുടെ സമ്പാദ്യം ഈ ചിട്ടി വഴിയാക്കുകയാണെങ്കിൽ അവർക്കൊരു നട്ടവുമില്ല.
ഇത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്ന അത്രയും തന്നെ നേട്ടം അവർക്കുണ്ടാവും, ഒരു സംശയമില്ല. പിന്നെ ഇത് കൂടുതൽ ആകർഷകമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചിട്ടിയിൽ ചേർന്നു, നിങ്ങൾ മരിച്ചുപോയി, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി, ജോലി തുടരാൻ പറ്റിയില്ല, റിസ്ക് ഇല്ല, ഇൻഷുറൻസ് ഉണ്ട്, ഇൻഷുറൻസ് കമ്പനി ഭാവിയിലേക്കുള്ള പണം അടച്ചുകൊള്ളും. നിങ്ങൾക്ക് ചിട്ടി വീണു, നറുക്ക് വീണു, പക്ഷെ നിങ്ങൾക്ക് പണം ആവശ്യമില്ല, പ്രശ്നമില്ല, നിങ്ങൾ ആ പണം ഒരു പെൻഷൻ ഫണ്ടിൽ നിക്ഷേപിച്ചാൽ ഭാവിയിലേക്ക് ഒരു പെൻഷൻ കിട്ടും. അപ്പൊ ഇത്തരത്തിൽ ഞങ്ങൾ ഈ ചിട്ടിയെ കൂടുതൽ ആകർഷകമാക്കുന്നതിന് പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള ഞങ്ങളുടെ അന്വേഷണങ്ങളൊക്കെ കാണിക്കുന്നത് ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ഇത് വളരെ താല്പര്യത്തോടെ നോക്കുന്നത്. കാരണം ഒരു ത്യാഗവും സഹിക്കേണ്ട, ഒരു ദാനവും രാജ്യത്ത് നൽകേണ്ട, നമുക്ക് സുപരിചിതമായിട്ടുള്ളൊരു സമ്പാദ്യ രൂപത്തിൽ നിങ്ങളുടെ പണം നിക്ഷേപിച്ചാൽ മതി, നാട്ടിലെ വികസനത്തിന് അത് ഉപയോഗപ്പെടുത്താൻ പറ്റും. നിങ്ങളുടെ സമ്പാദ്യം നാടിന്റെ സൗഭാഗ്യം. ഇതാണ് പ്രവാസി ചിട്ടിയുടെ മുദ്രാവാക്യം. അപ്പോ ഇത് ജൂലൈ അവസാനം ഓഗസ്റ്റ് ആദ്യത്തോടു കൂടിയാണ് ചിട്ടിയിൽ ആളുകളെ ചേർത്ത് പണം സ്വീകരിച്ചു തുടങ്ങാം. പക്ഷെ അതിന് മുമ്പ് എവാർക്ക് വേണമെങ്കിലും ഇവിടെ രജിസ്റ്റർ ചെയ്യാം. ഞങ്ങൾ ചിട്ടിയിൽ ചേരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്യാം. അതുകൊണ്ട് റിസ്ക്കും ഇല്ല. നാളെ നിങ്ങൾ തീരുമാനിക്കുകയാണ് ചേരാനും താല്പര്യമില്ല, ചേരണ്ട. പക്ഷെ ഇന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാം. ആ രജിസ്ട്രേഷൻ 18-ാം തീയതി കേരള മുഖ്യമന്ത്രി ആരംഭിക്കുകയാണ്. അപ്പോ ഇത് ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ഈ ഒരു പുതിയ സംരംഭത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് നിങ്ങളുടെ പേര് ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. രജിസ്റ്റർ ചെയ്യ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. നിങ്ങൾ പ്രവാസി നാട്ടിലാണെങ്കിൽ KSFEയുടെ ഏത് ശാഖയിലും 18-ാം തീയതി എന്ന് കഴിഞ്ഞാൽ അവർ നിങ്ങളെ സഹായിക്കും രജിസ്റ്റർ ചെയ്യാൻ. അതല്ല, ബന്ധുക്കളാണ്, നാള് വിദേശത്താണ്, അദ്ദേഹത്തിന്റെ അനുവാദം മേടിച്ചിട്ട് നാട്ടിൽ ആർക്ക് വേണമെങ്കിൽ വന്ന് രജിസ്റ്റർ ചെയ്യാം. പക്ഷെ കൃത്യമായിട്ട് പ്രവാസിയുടെ ഫോൺ നമ്പറും മെയിൽ ഐഡിയും ഉണ്ടാവണമെന്നും മാത്രമേ ഉള്ളൂ. വിദേശത്തുള്ള ഒരു പ്രവാസിയാണെങ്കിലോ പ്രവാസി.ksfe.com എന്ന വെബ്സൈറ്റിൽ ചെന്ന് അവർക്ക് പേര് രജിസ്റ്റർ ചെയ്യാം. അല്ല, വേണമെങ്കിൽ മൊബൈലിൽ അവിടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇതിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതുവഴി നിങ്ങൾക്ക് പേര് രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ പേര് രജിസ്റ്റർ ചെയ്യുന്നവരിൽ ഓരോ 5000 പേർക്ക് നറുക്കിട്ട് ഞങ്ങൾ ഇത് അടുത്ത ദുബായ് ഫെസ്റ്റിവലിലേക്ക് ഒരു ടിക്കറ്റ്, വിമാന ടിക്കറ്റ് നൽകും. അല്ല, അത് വേണ്ടെങ്കിൽ നാട്ടിൽ തന്നെയാണെങ്കിൽ KTDCയുടെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ 2 ദിവസം ഒരു വീക്കെൻഡ് ചെലവഴിക്കാനുള്ള പണം KSFE നൽകും. അപ്പോൾ ഇത് വളരെ ആകർഷകമായിട്ടുള്ള ഓഫറാണ്. ഈ പുതിയ സംരംഭത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതിനകം ഞാൻ എന്റെ അനൗൺസ്മെന്റ് സംബന്ധിച്ച് ഒത്തിരി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ചെറുതെല്ലാം പറയാം. ഷാജി മാത്യു ചോദിക്കുകയാണ്, ആർ ദി ചിട്ടീസ് NRI compatible? ഞാൻ നേരത്തെ പറഞ്ഞു, സമീപകാലം വരെ NRIക്കാർക്ക്, പ്രവാസികൾക്ക് ചിട്ടിയിൽ ചേരാൻ പറ്റുമായിരുന്നില്ല. എന്നാൽ ഇന്ന് റിസർവ് ബാങ്ക് നമ്മുടെ KSFEക്ക് അതിന് അനുവാദം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് പ്രവാസി സ്റ്റാറ്റസും ചിട്ടിയും തമ്മിൽ ഒരു വിരോധവും ഇല്ല, വൈരുദ്ധ്യവും ഇല്ല, നിങ്ങൾക്ക് ചേരാം. ക്യാൻ ദ പ്രൊസീഡിങ്സ് ബി റീപാട്രിയേറ്റഡ് എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് നറുക്ക് വീണു കഴിഞ്ഞാൽ പണം ദറമായിട്ടോ റിയാലായിട്ടോ കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റത്തില്ല. ഇത് ഇന്ത്യയിൽ നടക്കുന്ന ചിട്ടിയാണ്. നിങ്ങൾ അവിടെ നിന്ന് ചേരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ ലേലം പിടിച്ചാൽ നിങ്ങൾക്ക് നറുക്ക് വീണാൽ അത് ഇന്ത്യൻ രൂപയിലേക്ക് കിട്ടുള്ളൂ. അത് വിദേശ നാണയമായിട്ട് മാറ്റാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്ക് നിങ്ങളുടെ NRI അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് പണം അടക്കാം, അത് തടസ്സമൊന്നുമില്ല. പക്ഷേ അങ്ങനെ അടക്കുന്ന പണം നിങ്ങൾക്ക് ഡോളറായിട്ടോ വിദേശ നാണയമായിട്ടോ മാറ്റുന്നതിന് കഴിയത്തില്ല, റീപാട്രിയേഷൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ എന്തിനാ അത് വലിയൊരു ബുദ്ധിമുട്ടല്ലേ എന്നായിരിക്കും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ നാട്ടിലേക്ക് പണം അയക്കുന്നതൊക്കെ തിരിച്ചു കൊണ്ടുപോകാനല്ലല്ലോ. ഏത് മലയാളിയാണെങ്കിലും നാട്ടിൽ കുറച്ച് സമ്പാദ്യം വേണമെന്നും നാട്ടിലുള്ള സഹായിക്കണം താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്കാകാം.
മൂന്നാമത്തെ ടാക്സ് ലൈബിലിറ്റീസ് എന്താണെന്നാണ് ഷാജി മാത്യു ചോദിക്കുന്നത്. ചിട്ടിയുടെ ഗുണം ഇതാ. നിങ്ങളിപ്പോൾ 1 ലക്ഷം രൂപ ബാങ്കിലിട്ടാൽ അതിന്റെ പലിശക്ക് നികുതിയുണ്ട് വെച്ചാൽ ഇന്ത്യൻ അക്കൗണ്ടിലിട്ട്. എന്നാൽ നിങ്ങൾ പ്രവാസി ചിട്ടിയിലാണ് ചേരുന്നതെങ്കിൽ ആ ചിട്ടിപ്പണത്തിന്റെ മേൽ നികുതിയില്ല. അത് നറുക്ക് വീണാലും അതിന് പുറത്ത് നികുതിയില്ല. അതേ സമയത്ത് അങ്ങനെ നറുക്ക് വീണ് കിട്ടുന്ന പണം ഡെപ്പോസിറ്റ് ചെയ്താൽ അതിന്റെ ഡെപ്പോസിറ്റ് മേൽ പലിശ ഉണ്ടാവും. അപ്പോൾ യഥാർത്ഥത്തിൽ ചിട്ടിയിൽ ചേർന്ന് സമ്പാദിക്കുകയാണെങ്കിൽ അതിന്റെ പലിശ ഇംപ്ലിസിറ്റ് ആണ്. ബാങ്കിൽ ഡെപ്പോസിറ്റ് കിട്ടുന്ന പോലെ പലിശ എത്രയെന്ന് ചിട്ടി കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്കൊരു ചിട്ടിയുടെ പ്രത്യേക നേട്ടം അതാണ്, അതിന്റെ ഇംപ്ലിസിറ്റ് പലിശയുടെ മേല് നികുതി ഇല്ലെന്നുള്ളതാണ്. ജാസിം അബ്ദുൽ ഖാദർ ചോദിക്കുന്നു, എക്സ്ചേഞ്ച് വഴി പണം നടത്താൻ പറ്റുമോ? ഞങ്ങൾ പ്രവാസികൾ കൂടുതൽ എക്സ്ചേഞ്ചുകളെയാണ് ആശ്രയിക്കുന്നത്. ഞങ്ങൾ എക്സ്ചേഞ്ചുകളുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ടെൻഡർ ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിൽ നിങ്ങൾ പണം അയക്കുമ്പോൾ കൊടുക്കേണ്ടി വരുന്ന തുക സ്വല്പം ആ തുകയിൽ പരമാവധി കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. ഞങ്ങളൊരു 5 ദറത്തിന് ഇങ്ങനെ പണം അയക്കാൻ ഇടപാട് നടത്താൻ അവർ സഹായിക്കുമോ എന്ന് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ടെൻഡറിന്റെ വിശദാംശങ്ങൾ വന്നതിന് ശേഷം മാത്രമേ അവരുടെ കരാർ വെക്കത്തുള്ളൂ. പക്ഷെ ഇപ്പോൾ അത് രജിസ്ട്രേഷൻ മാത്രമേ ഉള്ളൂ. രജിസ്റ്റർ ചെയ്യുന്നതിന് ആരുടെയും സഹായം വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പോർട്ടലിൽ വന്ന് നിങ്ങൾക്ക് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഹരി സാലി പറയുന്നത്, പ്രവാസി ചിട്ടി പിടിച്ചാൽ ഗൾഫിലെ രേഖ വേണോ, നാട്ടിലെ ജാമ്യങ്ങൾ? നാട്ടിലേ പറ്റുള്ളൂ. ഗൾഫിലെ തൊഴിൽ ജാമ്യം വെച്ചോ ശമ്പളം ജാമ്യം വെച്ചിട്ടോ നമുക്ക് പ്രവാസി ചിട്ടിയുടെ പണം നൽകാൻ പറ്റത്തില്ല. നാട്ടിലെ സ്വത്ത് അല്ലെങ്കിൽ നാട്ടിലെ ആരെങ്കിലും ചെയ്യുന്ന ജോലിയുടെ സർവീസ്, ഇതൊക്കെ നമുക്ക് സെക്യൂരിറ്റി ആയിട്ട്, അല്ലെങ്കിൽ നാട്ടിലെ സ്വർണം, നാട്ടിലുള്ള FD, നാട്ടിലുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലുള്ളത് കേട്ടോ. പുറത്തുള്ള FD ആവാം, പക്ഷെ അതിന് സ്വപ്പം താമസവും പ്രശ്നങ്ങളും ഒക്കെ വരും. അപ്പോൾ നാട്ടിലെയുള്ള രേഖകളും കാര്യങ്ങളുമാണ് ആവശ്യം നറുക്ക് വീണ് കഴിഞ്ഞാൽ. അഹമ്മദ് മൊയ്തീൻ ചോദ്യം, പ്രവാസിക്ക് KSFൽ ചേരുന്നതിനുള്ള പ്രധാന തടസ്സം NRE സ്റ്റാറ്റസ് ഉള്ള മണി സാധാരണ മണിയായി മാറി ടാക്സ് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. ചിട്ടിയിൽ ചേർന്ന ടാക്സ് കൊടുക്കേണ്ടി വരില്ല എന്ന് ഞാൻ പറഞ്ഞു. ചിട്ടി പിടിച്ച് അല്ലെങ്കിൽ ചിട്ടി നറുക്ക് വീണ് കിട്ടുന്ന പണം ഡെപ്പോസിറ്റ് ചെയ്താൽ അതിന്റെ മാത്രമേ പലിശയുള്ളൂ. പറഞ്ഞത് ശരിയാണ്. നിങ്ങളുടെ കയ്യിൽ ഇരുന്നാൽ വിദേശ നാണയമാണ്, നിങ്ങൾ അവിടെ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുക വിദേശ നാണയമാണ്. നമ്മുടെ NRI അക്കൗണ്ടിലാണെങ്കിൽ അത് വിദേശ നാണയമാണ്. പക്ഷേ നാട്ടിലേക്ക് വെച്ച് കഴിഞ്ഞാൽ വിദേശ നാണയമല്ല, തിരിച്ചു വിദേശ നാണയമായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മളെല്ലാവരും വീട്ടിലേക്കും നാട്ടിലേക്കും പണം അയക്കുന്നതാണ്, തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടില്ല, നാട്ടിലുള്ളവരെ സഹായിക്കാൻ. അതുകൊണ്ട് ഒരു ചിട്ടി അതിന്റെ കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് അത് വലിയൊരു ഭാരമാകാൻ പോകുന്നില്ല. ചിട്ടിയുടെ തീയതി ഓർത്ത് തവണയടക്കാൻ വളരെ ബുദ്ധിമുട്ട് വരുമെന്നാണ് അഹമ്മദ് മൊയ്തീൻ പറയുന്നത്. അത് പ്രശ്നമല്ല. നമ്മുടെ NRO അക്കൗണ്ടിൽ നിന്ന് നിങ്ങളൊരു രേഖാമൂലം ആവശ്യപ്പെട്ടാൽ ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ചിട്ടിക്കുള്ളതൊക്കെ അടച്ചുകൊള്ളും. നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ടി വരത്തില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശശികുമാർ പറയുന്നത്, ബിജുകുമാർ, കമ്മീഷൻ കുറച്ചുകൂടെ. നാട്ടിലുള്ള ചിട്ടിക്കുള്ളതിനേക്കാൾ ഒരു കൂടുതൽ കമ്മീഷനും ചെലവും നമ്മുടെ NRI ചിട്ടിക്കില്ല. ഷാഫി, ദുബായ് ഓഫീസ് എവിടെ എന്നുള്ളതാണ്. NRI പ്രവാസി ചിട്ടിക്ക് ദുബായിൽ ഓഫീസില്ല, ദുബായിൽ ഓഫീസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിന്റെ ഓഫീസ് കേരളത്തിലാണ്. തിരുവനന്തപുരത്തെ ട്രാൻസ്പോർട്ട് ടവറിൽ ഒരു ഫ്ലോർ മുഴുവനും വെർച്വൽ ഓഫീസായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നാണ് നിങ്ങളുടെ എല്ലാ ഇടപാടും ഇവിടെ വരെയാണ്, ഈ ഓഫീസിൽ വന്ന് ഇവിടെയാണ് അത് കൈകാര്യം ചെയ്യപ്പെടുന്നത്. അപ്പൊ നമ്മൾ അത് NRI ചിട്ടി കേരളത്തിൽ നിന്ന് പ്രവാസികൾക്ക് വേണ്ടി നടത്തപ്പെടുന്ന നികുതിയാണ്. KSFE UAEയിലോ മറ്റേതെങ്കിലും വിദേശ രാജ്യത്തോ ഒരു പണമിടപാട് നടത്തുന്ന സ്ഥാപനമായിട്ട് ബ്രാഞ്ച് അവിടെ സ്ഥാപിക്കുന്നില്ല. ഇപ്പോ പുതിയ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. രമേശ് PR ചോദ്യം, കുറിക്ക് നറുക്കെടുപ്പിനൊപ്പം സമ്മാനങ്ങൾ ഉണ്ടാകും. കുറിക്ക് 2 സമ്മാനങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്
ഇൻഷുറൻസ് ഉണ്ട്, 2 നിങ്ങൾക്ക് ഒരു പെൻഷൻ പദ്ധതിയായിട്ട് ഉപയോഗിക്കാം. അല്ലാതെ ഓരോ നറുക്കിനും വേറെ സമ്മാനമില്ല. അതേസമയത്ത് ഇന്നിപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഓരോ 5000 പേർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദുബായ് ഫെസ്റ്റിവലിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടിക്കറ്റ്, അതല്ലെങ്കിൽ നാട്ടില് KTDCയുടെ ഏതെങ്കിലും ഹോട്ടലിൽ ഒരു 2 ദിവസം ചെലവഴിക്കുന്നതിനുള്ള സഹായം, ഇതാണ് സമ്മാനമായിട്ട് നൽകുന്നത്. നിക്സൺ KM മാത്യു, പ്രവാസി ജീവിതം അവസാനിപ്പിച്ചു വരുന്ന പ്രവാസികൾക്ക് ഈ ചിട്ടി എങ്ങനെ ഗുണകരമാവും? ഇല്ല, നിങ്ങൾ പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ വരികയാണെങ്കിൽ ഇത് ഗുണകരമാവില്ല. അത് നാട്ടിൽ വന്ന് ചിട്ടി തന്നു വെച്ചാൽ മതി. നാട്ടിൽ KSFയുടെ ചിട്ടി ഇഷ്ടം പോലെയുണ്ട്. നിങ്ങൾക്ക് ഈ ചിട്ടി ചേരണമെങ്കിൽ നാട്ടിൽ നിന്ന് പറ്റത്തില്ല. നിങ്ങൾക്ക് പാസ്പോർട്ട് ഉണ്ടാവണം, വാലിഡ് വിസ ഉണ്ടാവണം. ഇത് 2 ഉള്ള ഒരാൾക്ക് മാത്രമേ ചിട്ടിയിൽ ചേരാൻ പറ്റത്തുള്ളൂ. ഇത് പ്രവാസികൾക്ക് വേണ്ടിയുള്ള ചിട്ടിയാണ്. സുന്ദരൻ ശങ്കുണ്ണി, ചിട്ടികൾക്ക് പ്രായപരിധി വല്ലതും ഉണ്ടോ? 55 കഴിഞ്ഞവർക്ക് ചേരാൻ കഴിയുമോ? ഇപ്പോൾ നമ്മൾ പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട്, 18നും 55നും ഇടയ്ക്ക്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ചിട്ടിക്ക് ഇൻഷുറൻസ് വെച്ചിട്ടെന്ന്. അപ്പൊ ഈ ഇൻഷുറൻസ് റിസ്ക് 55 കഴിഞ്ഞവർക്ക് ഇപ്പൊ LIC ഈ ചിട്ടിക്ക് നൽകുന്നതിന് വൈമനസ്യമുണ്ട്. അതുകൊണ്ട് ഇപ്പൊ തൽക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ 55 വയസ്സ് പ്രായപരിധി കൽപ്പിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ ഭാവിയിൽ വേണമെങ്കിൽ ഇൻഷുറൻസ് ഇല്ലാതെ 55 കഴിഞ്ഞവരെ ചേരാൻ അനുവദിക്കണമെങ്കിൽ അത് നമുക്ക് ആലോചിക്കാവുന്നതാണ് നയപരമായിട്ട്. പക്ഷെ ഇപ്പോൾ 18 മുതൽ 55 വയസ്സ് വരെയുള്ളവർക്കാണ് ചിട്ടിയിൽ ചേരാനുള്ള അവകാശമുള്ളത്. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, സർക്കാർ മാറിയാൽ ചിട്ടിയുടെ ഭാവി എന്താവും? സുഹൃത്തുക്കളെ, KSFE 60കളുടെ അവസാനം രൂപം നൽകിയതാണ്. അന്ന് മുതൽ ഇന്ന് വരെ KSFE പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. KSFEയുടെ ഏറ്റവും വലിയ സ്വത്തെന്ന് പറയുന്നതിന്റെ ക്രെഡിബിലിറ്റിയാണ്. കേരളത്തിൽ എത്രയോ ചിട്ടിക്കാർ പൊളിഞ്ഞു പോയിരിക്കുന്നു. KSFE ചിട്ടി ഇതുവരെ KSFE പൊളിഞ്ഞിട്ടുണ്ടോ? KSFE ചിട്ടി പിടിച്ച ആളുകൾക്ക് ചിലപ്പോൾ കാലതാമസം വരുന്നതൊക്കെ പരിശോധിക്കാൻ എന്തൊക്കെ വിമർശനം ഉണ്ടാവും. ആ പണം നൽകാതിരുന്നിട്ടുണ്ടോ? KSFEയുടെ SS എന്ന് പറയുന്ന ഇതാണ്. സർക്കാരുകളിടയ്ക്ക് എത്ര മാറി വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് KSFE ബാധിച്ചിട്ടുണ്ടോ? അപ്പോൾ KSFE 20,000 കോടിയുടെ ടേൺ ഓവർ കേരളത്തിൽ മാത്രമുള്ള ഒരു സ്ഥാപനമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനങ്ങളിലൊന്നാണ്. അതുകൊണ്ട് സർക്കാർ മാറിയതുകൊണ്ടൊന്നും ഈ ചിട്ടിയെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. ഇതാണ് ഇതുവരെയുള്ള അനുഭവം. അപ്പോൾ അതുകൊണ്ട് ആ പേടിയെ വേണ്ട, അതിനെക്കുറിച്ച് സംശയം വേണ്ട. ഇത് സ്വതന്ത്രമായിട്ടുള്ള സർക്കാർ പിന്തുണയോട് കൂടിയ ധനകാര്യ സ്ഥാപനമാണ്. അതിന്റെ ബാധ്യതകൾക്ക് സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ഒരു പ്രയാസവും പ്രശ്നവും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ആ ആശങ്ക പരിപൂർണമായിട്ട് അടിസ്ഥാനരഹിതമാണ്. നിങ്ങൾക്കത് മാറ്റിവെക്കാം. സജിത്ത് സോമൻ ചോദിക്കുന്നത്, പ്രവാസി ചിട്ടി ഫണ്ടിൽ ഖത്തറുകാർക്ക് ചേരാമോ? ആർക്ക് വേണമെങ്കിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാം. പക്ഷേ പ്രവാസി ചിട്ടി നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് UAEയിലാണ്. മറ്റുള്ളിടത്തേക്ക് അധികം താമസിയാതെ വരും. എന്തുകൊണ്ടെന്നാൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഓരോ നിയമങ്ങളൊക്കെ വ്യത്യസ്തമാണ്. അവിടുത്തെ സർക്കാരുകളുമായിട്ട് ആശയവിനിമയം നടത്തേണ്ടത്, അവിടുത്തെ റിസർവ് ബാങ്കിനോട് ആശയവിനിമയം നടത്തേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി മാത്രമേ നമ്മൾ മറ്റ് രാജ്യങ്ങളിലേക്ക് ഇത് ചിട്ടിയിൽ ചേരാനുള്ള അനുവാദം നൽകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരുപക്ഷെ അവിടെ നിന്ന് ചേരാൻ കഴിഞ്ഞില്ലെങ്കിലും അവിടെ നിന്ന് ആർക്ക് വേണമെങ്കിലും അവരുടെ NRO അക്കൗണ്ട് വഴി, ഏതായാലും പണം ഇന്ത്യയിലേക്ക് അയച്ചല്ലോ, ആ അക്കൗണ്ടിൽ നിന്ന് ചിട്ടിക്ക് നൽകുന്നതിന് വേണമെങ്കിൽ തീരുമാനമെടുക്കാം. അങ്ങനെ ഒരു ആനുകൂല്യം അല്ലെങ്കിൽ അവകാശം നൽകുന്നതിനും ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. പക്ഷെ തുടക്കം എന്നുള്ള രീതിയിൽ UAE ലോഞ്ച് ചെയ്യുക, അവിടുത്തെ അനുഭവങ്ങളെല്ലാം നോക്കിയ ശേഷം നമുക്ക് ഏതാനും മാസങ്ങൾക്കുള്ളിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് നീങ്ങാം എന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. അപ്പൊ ഇപ്പോൾ രജിസ്ട്രേഷൻ എവിടെ നിന്ന് വേണമെങ്കിലും നടത്താം, വേറൊന്നുമല്ല. അപ്പോൾ പിന്നെ രണ്ടാമതായിട്ട് എങ്ങോട്ട് പോകണം? കൂടുതൽ രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള താല്പര്യമുള്ള രാജ്യങ്ങളിലേക്കായിരിക്കും ചിട്ടി വ്യാപിപ്പിക്കുക. അപ്പം അതുകൊണ്ട്
എല്ലാവരും രജിസ്റ്റർ ചെയ്യാം. ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികൾക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാം. പക്ഷേ ഇന്നിപ്പോ ആക്ച്വലായിട്ട് ഓഗസ്റ്റ് മാസത്തിൽ ചിട്ടി തുടങ്ങുമ്പോൾ അവിടെ നിന്ന് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് UAE നിന്ന് മാത്രമായിരിക്കും. ബാബു പ്രഭാതിന്റെ ഇത് കിഫ്ബിയിൽ ലാഭമില്ലാത്ത റോഡ് പാലം പണികളിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ ഈ ചിട്ടി എങ്ങനെ ലാഭകരമായിട്ട് നടത്താൻ പറ്റുക എന്നുള്ളതാണ് ചോദ്യം. ഞാനതിന് ഉത്തരം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. കിഫ്ബി ബോണ്ടുകളിലാണ് നിക്ഷേപിക്കുന്നത്. കിഫ്ബി ബോണ്ടുകളിൽ നിക്ഷേപിച്ചാൽ അതിന്റെ പലിശയടക്കം ആ പണം തിരിച്ചു നൽകുന്നതിന് കിഫ്ബി ബാധ്യസ്ഥമാണ്. അപ്പൊ KSFEക്ക് അതിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. 2 KSFE ഇടുന്ന പണത്തിന് സർക്കാർ ഗ്യാരണ്ടി ഉണ്ട്. അതുകൊണ്ട് സർക്കാരിന് വല്ല സംഭവിക്കാതെ ഇത് സവറിൻ ഗ്യാരണ്ടിയാണ്. അതുകൊണ്ട് KSFEയുടെ പണത്തിന് ഒരു ശങ്ക അതിനെ കുറിച്ച് വേണ്ട. യഥാർത്ഥത്തിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, KSFE സർക്കാർ ട്രഷറിയിൽ 5000 കോടിയോളം ഡെപ്പോസിറ്റായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് KSFEക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? അപ്പം അതുകൊണ്ട് കിഫ്ബിയിൽ നിക്ഷേപിച്ചുകൊണ്ട് KSFEയുടെ ഇൻവെസ്റ്റ്മെന്റിന് ഒരു മോശത്തരവും വരാൻ പോകുന്നില്ല. പക്ഷെ മറ്റേ ചോദ്യം, രണ്ടാമത് ചോദ്യം പ്രസക്തമാണ്. കിഫ്ബി എങ്ങനെയാണ് പണം തിരിച്ചു നൽകുക? റോഡും പാലും കെട്ടിടവും ഈ വരുമാനം ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പണം മുടക്കുക. അപ്പോൾ രണ്ടുണ്ട്. ഒന്ന്, വരുമാനം കിട്ടുന്നത് മാത്രം മുടക്കാൻ തീരുമാനിച്ചാൽ കേരളത്തിൽ റോഡും പാലും ഒക്കെ ഉണ്ടാവും. നമ്മുടെ റോഡിന്റെ ഗതി എന്താ? നമ്മുടെ റോഡുകള് ഇപ്പോൾ കേരളത്തിലെ റോഡുകളെ നമ്മുടെ MC റോഡിലെ റോഡ് പോലെ ആയിത്തീരണമെന്നുണ്ടെങ്കിൽ 50,000 കോടി മുടക്കണം. ജില്ലാ റോഡുകൾ വരെയുള്ളത്. അതാണ് ഞങ്ങളുടെ എസ്റ്റിമേറ്റ്. അപ്പോൾ ഇതെങ്ങനെ ഈ പണം സമാഹരിക്കാൻ പറ്റും? അതിനെ കിഫ്ബി ഉപയോഗപ്പെടുത്തുന്നു. എങ്ങനെ തിരിച്ചടക്കും? കിഫ്ബി വരുമാനത്തിൽ നിന്നല്ല പണം തിരിച്ചടക്കുന്നത്. കിഫ്ബിക്ക് എല്ലാ വർഷവും മോട്ടോർ വാഹന നികുതിയുടെ പകുതിയും പെട്രോൾ സെസ്സും നൽകണം എന്ന് നിയമസഭ ഏകകണ്ഠമായിട്ട് നിയമം പാസാക്കിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് സർക്കാർ എല്ലാ വർഷവും ഈ പണം നൽകും. ആ പണത്തിൽ നിന്നാണ് തിരിച്ചടവുണ്ടാവുന്നത്. റീഡ്സിന്റെ ചോദ്യം, നാട്ടിലെ ചിട്ടിയിൽ നിന്ന് എന്ത് ആകർഷണമാണ് പ്രവാസി ചിട്ടി ഓഫർ ചെയ്യുന്നത്? നാട്ടിലെ ചിട്ടി നാട്ടിലുള്ളവർക്കേ ചേരാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് വിദേശത്തിരുന്ന് ചേരാൻ പറ്റൂല. 2, പ്രവാസി ചിട്ടിക്ക് നിങ്ങൾക്ക് 2 ഗുണങ്ങളുണ്ട് നാട്ടിൽ കിട്ടാത്തത്. ഒന്ന്, ഈ ഇൻഷുറൻസ് നാട്ടിലില്ല. 2, പെൻഷൻ ബന്ധം നാട്ടിലില്ല. അതുകൊണ്ട് നാട്ടിലുള്ള ചിട്ടിയൊക്കെ കൂടുതൽ ആകർഷകമാണ്. പണം നിങ്ങൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അതിനേക്കാൾ ഒരു കുറവും ദോഷവും ഉണ്ടാവില്ല. അത് കൃത്യമായിട്ട് തെളിയിക്കാൻ പറ്റും. അപ്പം ഞാൻ പറയുന്നത്, അപ്പോൾ സാധാരണഗതിയിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആദായം മുഴുവൻ ചിട്ടിന്നുണ്ടാവും. പക്ഷെ ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് പറയാമോ? ഈ ചിട്ടിയുടെ പണം നമുക്ക് നമ്മുടെ നാടിന്റെ വികസനത്തിൽ ഉപയോഗിക്കാം. കേരളത്തിന്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ കോസ്റ്റൽ ഹൈവേ, അവിടെ വളരെ വീതി സ്ഥലം എടുക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ മോളിൽ കൂടി ആയിക്കോട്ടെ എന്ന് ഒരു 650 കിലോമീറ്റർ നീളത്തിൽ സൈക്കിൾ ട്രാക്കോട് കൂടിയ ഒരു കോസ്റ്റൽ ഹൈവേ ആണ് നമ്മൾ ഏതാണ്ട് 8,000 കോടി രൂപ മുടക്കി പണിയാൻ പോകുന്നത്. ഇതിന്റെ ഗുണം എന്താ? ഇപ്പോ ഇങ്ങനെ കോസ്റ്റൽ ഹൈവേ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കടത്തീരത്തുള്ള എല്ലാ ടൂറിസം കേന്ദ്രങ്ങളെയും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒന്നായിരിക്കും. കേരളത്തിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ ടൂറിസം പ്രൊജക്ട് സ്പൈസ് റൂട്ടാണ്. ഒരു കാലത്ത് സ്പൈസസ് കയറ്റുമതി ചെയ്തിരുന്ന നമ്മുടെ തുറമുഖങ്ങൾ അഞ്ചുതെങ്ങ്, തങ്കശ്ശേരി, കൊടുങ്ങല്ലൂര്, കൊച്ചി, ആലപ്പുഴ, ചേറ്റുവ, പൊന്നാനി, ഇങ്ങനെ ഒരു 2 ഡസൻ തുറമുഖങ്ങളുണ്ട്. ഈ തുറമുഖങ്ങളെയൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ടും ഈ തുറമുഖങ്ങളെയും മധ്യേഷ്യയിലെ തുറമുഖങ്ങൾ, യൂറോപ്പിലെ തുറമുഖങ്ങൾ, ഇവളെയൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് സിൽക്ക് റൂട്ട് പോലെ നമ്മൾ സ്പൈസ് റൂട്ട് ഉണ്ടാക്കാനുള്ള ചർച്ചകൾ നടക്കുക. ഇന്ന് അതിൻ്റെ ഒരു വർക്ക്ഷോപ്പ് കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഷോക്കേസ് ചെയ്യാൻ പോകുന്നതേ
ഈ ഞങ്ങളുടെ തുറമുഖങ്ങളൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് സൈക്കിളിൽ യാത്ര ചെയ്യാവുന്ന സൈക്കിൾ ട്രാക്കോട് കൂടിയ ഒരു കണക്ടിവിറ്റി ഞങ്ങൾ ഉണ്ടാക്കുന്നു. നമ്മുടെ ടൂറിസത്തിന് വലിയൊരു കുതിച്ചുകയറ്റമായിരിക്കും ഇത് സൃഷ്ടിക്കാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ പണം ചെലവഴിക്കുന്നത്. ആ പണം ചെലവഴിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം, നമ്മുടെ നാടിന്റെ വികസനത്തിന് നമ്മുടെ പണം ഒരു ഉപകാരപ്രദമായിട്ട് മാറുന്നു. നിങ്ങൾ ബാങ്കിലോ വേറെ എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ പലിശ കിട്ടും. ആ പലിശ ഇവിടെയും കിട്ടും, ഒരു നട്ടവും ഇല്ല. അത് നാടിന്റെ വികസനത്തിന് ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് പ്രവാസി ചിട്ടിയിൽ നിക്ഷേപിക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുക. ജസ്ബിൻ ചോദിക്കുന്നു, കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലുള്ളവർക്ക് ചിട്ടിയിൽ ചേരാമോ? വെൽ, കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോൾ ഈ ചിട്ടിയിൽ ചേരാൻ പറ്റില്ല, പ്രവാസികൾക്ക് മാത്രമാണ്. ഇതിന്റെ അനുഭവങ്ങൾ നോക്കിയിട്ട് നമുക്ക് മറ്റുള്ളവർക്കും എല്ലാവർക്കും വേണ്ടി ഇത് തുറന്നു കൊടുക്കുന്നതിനെ കുറിച്ച് പിന്നീട് ആലോചിക്കാം. ഇപ്പോൾ ഈ ചിട്ടി പ്രവാസികൾക്ക് മാത്രമായിട്ടുള്ള ഒന്നാണ്. മറ്റ് ഒരു പ്രധാനപ്പെട്ട പലരും ചോദിച്ചിരിക്കുന്ന ചോദ്യം, ഇതിലെങ്ങനെയാണ് KYC നമുക്ക് വേണമല്ലോ, അതെങ്ങനെയാണ് ചെയ്യാം? KYC രജിസ്റ്റർ ചെയ്യുന്നതിന് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഡയറക്റ്റ് KYC, 2 ഏജന്റ് വഴി. ഈ ഡയറക്റ്റ് KYC ഒന്നുകിൽ ആധാറോട് കൂടിയാവും, അല്ലെങ്കിൽ ആധാർ ഇല്ലാതെയാവും. ആധാർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഫോട്ടോ, വിസ, പാസ്പോർട്ട്, നാഷണൽ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, എമിറേറ്റ്സിലെ ലേബർ ID, പാൻ കാർഡ് എന്നിവ അപ്ലോഡ് ചെയ്യണം. അതിന്റെ അടിസ്ഥാനത്തിൽ ഓൺലൈനായിട്ട് നമുക്ക് വെരിഫിക്കേഷൻ നടത്താൻ പറ്റും. ആധാർ നമ്പർ വരുന്നില്ലെങ്കിൽ ഇത് തന്നെ വെരിഫൈ ചെയ്യും, പക്ഷെ കുറച്ചുകൂടി താമസം നമുക്ക് ഇതിന് ചേരുന്നതിന് KYC പ്രവർത്തനം പൂർത്തിയാക്കുന്നതിന് നമുക്ക് വേണ്ടി വരും. മിനിമം മാക്സിമം ചിട്ടി അടവ് എത്രയെന്നാണ് സജി തോമസ് ചോദിക്കുന്നത്. മിനിമം 2500 രൂപ, മാക്സിമം 40,000 രൂപ. ഇതാണ് റേഞ്ച്. പരമാവധി സ്ഥലം 10 ലക്ഷം രൂപയുടെയാണ്. കാരണം ഈ ചിട്ടിയുടെ ഇൻഷുറൻസ് ഉണ്ടല്ലോ, അതിനേക്കാൾ ഉയർന്ന തുകയ്ക്ക് ഇൻഷുർ ചെയ്യാൻ LIC ഒപ്പം മടി കാണിക്കുന്നു. അപ്പൊ ഇപ്പൊ തുടങ്ങട്ടെ. യഥാർത്ഥത്തിൽ 40,000 രൂപയുടെ ഒരു മാസത്തിന് പകരം പലർക്കും 1 കോടി രൂപ വരെ മുടക്കാൻ തയ്യാറായിട്ടുള്ളവരുണ്ട്. അപ്പൊ അവർക്കൊന്നും ഇത് ആകർഷകമാവുന്നില്ല എന്നുള്ള വിമർശനം ചിലർ പറഞ്ഞു കഴിഞ്ഞു. ഒരുപക്ഷെ ഇൻഷുറൻസ് ഇല്ലാതെ അവർ കയറാൻ തയ്യാറാണെങ്കിൽ അവർ ചേർക്കുന്നതിന് പ്രയാസമില്ല. അതിന് അധികം ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഉയർന്ന ഡിനോമിനേഷനുള്ള ചിട്ടികൾ ആരംഭിക്കാം. ചിട്ടിയിൽ ചേർന്നതിന് ശേഷം NRI സ്റ്റാറ്റസ് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? NRI സ്റ്റാറ്റസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിദേശത്ത് പണം അടക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ അടച്ച പണം തൃശങ്കൂലാവുന്നതെന്ന് നിങ്ങൾ വിഷമിക്കുന്നത്. ഞങ്ങൾ പകരം ഒരാളെ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടെത്തും. അത് കണ്ടെത്തുന്നവരെ നിങ്ങൾ അടച്ച പണം അവിടെ കെട്ടപ്പെടും. ഒരു പകരം ഒരാളെ ഞങ്ങൾ കണ്ടെത്തി സഹായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പണം തിരിച്ച് നിങ്ങൾക്ക് സമ്പാദ്യമായിട്ട് ലഭ്യമാകും. പിന്നെ ഒരു സ്ഥാപനത്തിന് ചേരാൻ പറ്റുമെന്നുള്ളതാണ്. സ്ഥാപനത്തിന് ചിട്ടി ചേരാൻ പറ്റത്തില്ല, വ്യക്തികൾക്ക് പറ്റത്തുള്ളൂ. കാരണം നിങ്ങൾക്ക് വാലിഡ് വിസ വേണം, പാസ്പോർട്ട് വേണം. സ്ഥാപനങ്ങൾക്ക് ഇത് രണ്ടും പറ്റത്തില്ലല്ലോ, അത് കഴിയില്ല. പിന്നെ നിങ്ങൾക്ക് നോമിനേഷൻ ഫെസിലിറ്റി ലഭ്യമാണോ എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. നോമിനേഷൻ ഫെസിലിറ്റി ലഭ്യമാണ്, പക്ഷെ റിലേഷൻഷിപ്പ് തെളിയിക്കണം. അത് തുടക്കത്തിൽ തന്നെ നോമിനിയെ വെക്കണം, നോമിനിയുടെ ബന്ധം എന്തെന്നും പറയണം. ഒന്നിൽ കൂടുതൽ നോമിനികളെ വെക്കാൻ കഴിയുമോ എന്നൊരാൾ ചോദിക്കുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ നോമിനികളെ വെക്കാം, അതിന് ഒരു പ്രയാസമില്ല. ഇതിന്റെ ഡിജിറ്റൽ ആവുമ്പോഴേക്കും ഇത് വലിയ പ്രയാസമാവില്ലേ എന്നൊക്കെ സംശയം. യഥാർത്ഥത്തിൽ ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു ഓൺലൈൻ ഓപ്ഷൻ സമ്പ്രദായമാണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഏതായാലും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായത്തോടെ ഓപ്ഷനിൽ പങ്കെടുക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിനുള്ള പ്രാപ്തി പോരെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് മറ്റ് ഏജന്റുമാരുടെ ഒക്കെ സഹായം മേടിച്ചിട്ട് ഓപ്ഷനിൽ പങ്കെടുക്കാൻ പറ്റും. സംഘടനകളുടെ സഹായം തേടാൻ പറ്റും. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ഡിജിറ്റൽ നമുക്കൊരു പ്രയാസമായിട്ട് മാറാൻ പോകുന്നില്ല, സൗകര്യമായിരിക്കും. ഏതെല്ലാം
സെക്യൂരിറ്റി നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ ചിട്ടി പോലെ തന്നെ പേഴ്സണൽ സെക്യൂരിറ്റി ആവാം, പ്രോപ്പർട്ടി ആവാം, ഗോൾഡ് ആവാം, LIC, NSE, ബാങ്ക് ഗ്യാരണ്ടി, അതുപോലെ ഫിക്സഡ് ഡെപ്പോസിറ്റ്, നാഷണൽ എല്ലാം ആകാം. പക്ഷെ ഒറ്റ നിബന്ധന, കേരളത്തിന്റെ ജൂറിസ്ഡിക്ഷനിൽ പരിയുള്ള പ്രോപ്പർട്ടി മാത്രമേ എടുക്കൂ. FD ആണെങ്കിൽ പുറത്തുള്ളത് കൊടുക്കാം, പക്ഷെ സ്വല്പം താമസങ്ങൾ ഉണ്ടാവും. പ്രോപ്പർട്ടി ആണെങ്കിൽ കേരളത്തിന്റെ ജൂറിസ്ഡിക്ഷനുള്ളിൽ വരുന്ന പ്രോപ്പർട്ടി മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. ഈ സെക്യൂരിറ്റി നൽകാൻ വേണ്ടി വിദേശി ആയിട്ടുള്ള ആള് നാട്ടിൽ വരണോ, പ്രവാസി വേണ്ട. നമ്മുടെ ഓൺലൈനായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി ഡോക്യുമെന്റ്സും ഒക്കെ പരിശോധിക്കുന്നതിനുള്ള സൗകര്യമുണ്ട്. അത് നിങ്ങൾ ഓതറൈസ് ചെയ്യുന്ന ഒരാൾക്ക് അതിനുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ഓഫീസിൽ നൽകാം, ഓൺലൈനായിട്ട് നൽകാം. അതിന് എല്ലാ KSFE ഓഫീസുകളിലും ഇതിന് പ്രത്യേകം സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. യെസ്, വേറെ വല്ല ചോദ്യമുണ്ടോ? സോ ഇപ്പോൾ വന്ന ചോദ്യങ്ങൾക്ക് ഞാൻ റെസ്പോണ്ട് ചെയ്തു. യെസ്, അതെ. അപ്പം അതുകൊണ്ട് നമ്മളിവിടെ തൽക്കാലം നിർത്തുകയാണ്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇനിയും ചോദ്യങ്ങൾ ഉന്നയിക്കാം. ഉന്നയിച്ചു കഴിഞ്ഞാൽ അവയ്ക്കെല്ലാം കൃത്യമായിട്ടുള്ള മറുപടി എൻ്റെ ഫേസ്ബുക്കിലൂടെ തന്നെ നൽകും. ഇന്നിപ്പോൾ ഇത് അവസാനിച്ച് കഴിഞ്ഞാലും പുതിയ ചോദ്യങ്ങൾ വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇന്ന് തന്നെ പറ്റുമെങ്കിൽ വന്നിട്ടുള്ള പരമാവധി ചോദ്യങ്ങൾക്ക് ഇന്ന് തന്നെ മറുപടി നൽകാൻ ശ്രമിക്കാം. ഇത് നമ്മുടെ നാടിന്റെ വികസനത്തിൽ പ്രവാസികൾക്ക് ഒരു ദാനമോ ത്യാഗമോ ഇല്ലാതെ തന്നെ പങ്കാളിയാവുന്നതിനുള്ള സുവർണ അവസരമാണ്. ഞങ്ങൾ യഥാർത്ഥം വിചാരിക്കുന്നത് ചിട്ടികളുടെ പുതിയ സീരീസ് ആരംഭിക്കുമ്പോൾ ദ കോസ്റ്റൽ ഹൈവേ സീരീസ്, അതിലേക്ക് നമ്മുടെ ഓരോ ജില്ലയിലും ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു പ്രൊജക്ട് അതിന്റെ പേരിൽ ഈ ചിട്ടികൾ ആരംഭിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കേരള സർക്കാരിന് ഇതിനെ സംബന്ധിച്ചുള്ള പൂർണ്ണ ശുഭാപ്തി വിശ്വാസമാണ്. ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ഈ സംരംഭവുമായിട്ട് സഹകരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.